അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമുക്കിന്ന് ഉറുദുവിൽ പഠിക്കാനുള്ളത് നമ്മുടെ ഇബ്തിദായി ഉറുദു എന്നുള്ള പുസ്തകത്തിലെ 11ാമത്തെ പാഠമാണ്. ദാന്തോं की हिफाजत എന്നാണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര്. ഓക്കെ, ദാന്ത് എന്ന് പറഞ്ഞാൽ പല്ല് എന്നാണ് അർത്ഥം. അതിൻ്റെ ജംആണ് ദാന്തോ, പല്ലുകൾ. ഹിഫാസത്ത് എന്ന് പറഞ്ഞാൽ സംരക്ഷണം എന്നാണ് അർത്ഥം. ഓക്കെ, അത് മുഅന്നസ് ആയതുകൊണ്ടാണ് കീ എന്നുള്ള ഹർഫെ റബത്ത് അതിനു മുമ്പ് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ദാന്തോं की ഹിഫാസത്ത് എന്ന് പറഞ്ഞാൽ പല്ലുകളുടെ സംരക്ഷണം. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പ്രാധാന്യമുള്ള ഒരു അവയവമാണ് പല്ല് എന്നുള്ളത്, അല്ലേ? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴെല്ലാം നമ്മൾക്ക് അതിന് സാധിക്കുന്നത് നമ്മുടെ പല്ലുകൾ ഉണ്ടായതുകൊണ്ടാണ്. ഓക്കെ, ഏതായാലും ഈ പല്ലിനെ സംബന്ധിച്ചാണ് നമുക്ക് ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യത്തെ പാരഗ്രാഫ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദാന്ത് ഹമാരെ ജിസ്മ കാ അഹം ഹിസ്സാ ഹൈ, യേ कुदरत का अनमोल तोहफा हैं, ये हमारे चेहरे को दिलकश बनाते हैं, दांत बोलने में हमारी मदद करते हैं, बहुत से अल्फाज ऐसे हैं जिनको दांतों की मदद से ही बोल सकते हैं. आपने ऐसे बूढ़ों को देखा होगा जिनके दांत नहीं होते, जब वो बोलते हैं तो मुश्किल ही से उनकी बात समझ में आती है. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പാരഗ്രാഫ്. നമുക്കൊന്ന് അർത്ഥം വെച്ച് നോക്കാം. ഓക്കെ, ദാന്ത്, ദാന്ത് എന്ന് പറഞ്ഞാൽ പല്ല് എന്നാണ് അർത്ഥം. ഇവിടെ പല്ലുകൾ എന്നുള്ള അർത്ഥത്തിലാണ് ദാന്തി എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ദാന്ത് പല്ലുകൾ, ഹമാരെ ജിസ്മക നമ്മുടെ ശരീരത്തിലെ, അഹം ഹിസ്സാഹെ, ജിസ്മ എന്ന് പറഞ്ഞാൽ ശരീരം എന്നാണ് അർത്ഥം. അഹം എന്നാൽ പ്രധാനപ്പെട്ട. ഓക്കെ, ഹിസ്സ എന്ന് പറഞ്ഞാൽ ഭാഗം, അവയവം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ദാന്ത് ഹമാരെ ജിസ്മ കാ അഹം ഹിസ്സാഹെ, പല്ലുകൾ നമ്മുടെ ശരീരത്തിലെ ഒരു പ്രധാനപ്പെട്ട അവയവമാകുന്നു. ഓക്കെ, ഇനി യേ ഖുദ്റത്ത് കാ അൻമോൽ തുഹ്ഫാ ഹൈ, യേ ഇത്, അതായത് പല്ലുകൾ എന്നാൽ ഖുദ്റത്ത് കാ, ഇവിടെ ഖുദ്റത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ യേ ഖുദ്റത്ത് കാ, ഇത് അള്ളാഹുവിൻ്റെ, അൻമോൽ തുഹ്ഫാ ഹൈ, അൻമൂൽ എന്ന് പറഞ്ഞാൽ അമൂല്യമായ, നമുക്ക് മൂല്യം കൽപ്പിക്കാനാകാത്ത എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ അൻമൂൽ അമൂല്യമായ, തുഹ്ഫ ഹൈ, തുഹ്ഫ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സമ്മാനം എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഈ പല്ലുകൾ എന്നുള്ളത് അള്ളാഹുവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു അമൂല്യമായ സമ്മാനമാണ് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് യേ ഹമാരെ ചെഹ്റേക്കോ ദിൽകഷ് ബനാത്തെ ഹൈ, യേ എന്നാൽ പല്ലുകൾ, ഹമാരെ ചെഹ്റേക്കോ നമ്മുടെ മുഖങ്ങളെ, ചെഹ്റ എന്ന് പറഞ്ഞാൽ മുഖം എന്നാണ് അർത്ഥം. അതിൻ്റെ ജംആണ് ചെഹ്റേ, മുഖങ്ങൾ. ഓക്കെ, അപ്പോൾ യേ ഹമാരെ ചെഹ്റേക്കോ, ഈ പല്ലുകൾ നമ്മുടെ മുഖങ്ങളെ ദിൽകഷ് ബനാത്തെ ഹൈ, ദിൽകഷ് എന്ന് പറഞ്ഞാൽ ഹൃദയഹാരി അല്ലെങ്കിൽ മനോഹരമായ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ദിൽകഷ് ബനാത്തെ ഹൈ എന്ന് പറഞ്ഞാൽ മനോഹരമാക്കുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി ദാന്ത് ബോൽനെ മേ ഹമാരി മദദ് കർത്തെ ഹൈ, ദാന്ത് പല്ലുകൾ, ബോൽനെ മേ സംസാരിക്കുമ്പോൾ, സംസാരത്തിൽ, ഹമാരി മദദ് കർത്തെ ഹൈ നമ്മെ സഹായിക്കുന്നു. ഓക്കെ, മദദ് എന്ന് പറഞ്ഞാൽ സഹായം എന്നാണ് അർത്ഥം. മദദ് കർന എന്നാൽ സഹായിക്കുക, മദദ് കർത്താ ഹേ എന്നാൽ അതിൻ്റെ ഹാലാണ്, അതായത് സഹായിക്കുന്നു എന്നാകും അർത്ഥം. ഓക്കെ, മദദ് കർത്തെ ഹൈ എന്ന് പറഞ്ഞാലോ അവ സഹായിക്കുന്നുവെന്നുള്ള അർത്ഥമാണ് വരിക. അപ്പോൾ ദാന്ത് ബോൽനെ മേ ഹമാരി മദദ് കർത്തെ ഹൈ, പല്ലുകൾ സംസാരത്തിൽ നമ്മെ സഹായിക്കുന്നു. ഓക്കെ, ഹമാരി എന്നിവിടെ പറയാനുള്ള കാരണം മദദ് എന്നുള്ള വാക്ക് മുഅന്നസ് ആയതുകൊണ്ടാണ്. ഓക്കെ, ഇനി ബഹുത് സേ അൽഫാസ് ഐസേ ഹൈ ജിൻകോ ദാന്തോं की मदद से ही बोल सकते हैं. ഓക്കെ, നമുക്ക് അറിയാമായിരിക്കും നമ്മൾ സംസാരിക്കുമ്പോൾ പല അക്ഷരങ്ങളും പുറപ്പെടുന്നത് പല അവയവങ്ങളിൽ നിന്നുമാണ്. ഓക്കെ, ഇങ്ങനെ
പല്ലിൽ നിന്നും പുറപ്പെടുന്ന, പല്ല് മഖ്റജായിട്ടുള്ള ധാരാളം പദങ്ങളുണ്ട്, അക്ഷരങ്ങളുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ബഹുത് സെ അൽഫാസ് ഐസേ ഹൈൻ, ധാരാളം പദങ്ങൾ ഇങ്ങനെയുണ്ട്. ഓക്കെ, ലഫ്സ് എന്നതിൻ്റെ ജംആണ് അൽഫാസ്, പദങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ബഹുത് സെ അൽഫാസ്, ധാരാളം പദങ്ങൾ, ഐസേ ഹൈ ഇങ്ങനെയുണ്ട്. എങ്ങനത്തതെന്നാൽ ജിൻകോ ഏതിനെയാണോ, ദാന്തോं की मदद से ही പല്ലുകളുടെ സഹായത്തോടെ തന്നെ ബോൾ സക്തേ ഹൈ പറയാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ ചില പദങ്ങൾ പല്ലിൻ്റെ സഹായത്തോടെ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനത്തെ ധാരാളം പദങ്ങളുണ്ട് എന്നർത്ഥം. ഓക്കെ, ആപ്നെ ഐസേ ബൂഢോं को देखा होगा. ഇനി അടുത്തത് പറയുന്നത്, നമ്മൾ ധാരാളം വയസ്സായ ആളുകളെ, വൃദ്ധന്മാരെ കണ്ടിട്ടുണ്ടാകും അല്ലേ? പല്ലുകൾ അധികവും കൊഴിഞ്ഞു പോയ ആളുകളാണ് എങ്കിൽ അവർക്ക് കൂടുതൽ പദങ്ങളും നന്നായിട്ട് ഉച്ചരിക്കാൻ കഴിയൂല. അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. അതിനുള്ള കാരണം അവരുടെ പല്ല് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ പല്ലിൽ നിന്നും പുറപ്പെടുന്ന അവർ പറയുന്ന അക്ഷരങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല, പ്രയാസമായിരിക്കും എന്നർത്ഥം. അതാണ് അടുത്തത്. ആപ്പിനെ, ആപ്പ് എന്ന് പറഞ്ഞാൽ താങ്കൾ, നേ എന്നുള്ളത് അലാമത്തെ ഫായിലാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആപ്പിനെ താങ്കൾ, ഐസേ ബൂഢോങ്കോ, ബൂഢ എന്ന് പറഞ്ഞാൽ വൃദ്ധൻ എന്നാണ് അർത്ഥം. അതിൻ്റെ ജംആണ് ബൂഢോ, വൃദ്ധന്മാർ. ഓക്കെ, ബൂഢോങ്കോ എന്ന് പറഞ്ഞാൽ വൃദ്ധന്മാരെ. ഓക്കെ, കോ എന്നുള്ളത് അലാമത്തെ മഫ്ഊലാണ്. അപ്പോൾ ആപ്പിനെ ഐസേ ബൂഢോങ്കോ, താങ്കൾ ഇത്തരത്തിലുള്ള വൃദ്ധന്മാരെ ദേഖാ ഹോഗ കണ്ടിട്ടുണ്ടാകും. ഓക്കെ, ദേഖന എന്നുള്ളതിൻ്റെ മാലി മുത്തലക്കാണ്, ദേഖ കണ്ടു എന്നാണ് അർത്ഥം. അതിൻ്റെ മാലി ഇഹ്തിമാലിയാണ്, ദേഖാ ഹോഗ കണ്ടിട്ടുണ്ടാകും. ഓക്കെ, ആപ്പിനെ ഐസേ ബൂഢോങ്കോ ദേഖാ ഹോഗ, താങ്കൾ ഇത്തരത്തിലുള്ള വൃദ്ധന്മാരെ കണ്ടിട്ടുണ്ടാകും. എങ്ങനത്തതാണ്? ജിൻകെ ആരുടെയാണോ, ദാന്ത് നഹി ഹോത്തെ പല്ല് ഉണ്ടാകുന്നില്ല. ഓക്കെ, അപ്പോൾ പല്ല് ഇല്ലാത്ത വൃദ്ധന്മാരെ താങ്കൾ കണ്ടിട്ടുണ്ടാകും. അവരുടെ പ്രത്യേകത എന്താണ്? ജബ് വോ ബോൾത്തെ ഹൈ, എപ്പോഴാണോ അവർ സംസാരിക്കുന്നത്, തോ അപ്പോൾ മുഷ്കിൽ ഹീസേ പ്രയാസത്തോടു കൂടെ ഉൻകി ബാത് സമജ് മേ ആത്തി ഹെ, അവരുടെ സംസാരം മനസ്സിലാകുന്നു. ഓക്കെ, ബാത്ത് എന്ന് പറഞ്ഞാൽ സംസാരം, സമജ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുക, സമജ് മേ ആന എന്ന് പറഞ്ഞാൽ മനസ്സിലാവുക എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ആപ്പിനെ ഐസേ ബൂഢോं को देखा होगा, താങ്കൾ ഇത്തരത്തിലുള്ള വൃദ്ധന്മാരെ കണ്ടിട്ടുണ്ടാകും. ജിൻകെ ദാന്ത് നഹി ഹോത്തെ, അവർക്ക് പല്ല് ഇല്ലാത്ത വൃദ്ധന്മാരെ കണ്ടിട്ടുണ്ടാകും. ജബ് വോ ബോൾത്തെ ഹൈ തോ മുഷ്കിൽ ഹീസേ ഉൻകി ബാത് സമജ് മേ ആത്തി ഹെ, എപ്പോഴാണോ അവർ സംസാരിക്കുന്നത് ആ അവസരങ്ങളിലെല്ലാം ഒന്ന് പ്രയാസപ്പെട്ട് മാത്രമേ അവരുടെ സംസാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പല്ലില്ലാത്തതിനാൽ തന്നെ അവർക്ക് അധിക അക്ഷരങ്ങളും നല്ല രീതിയിൽ ഉച്ചരിക്കാൻ കഴിയുകയില്ല എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് നമുക്കറിയാവുന്നതാണ്, ഓരോ മനുഷ്യനും 2 തരത്തിലുള്ള പല്ലുകൾ വരാറുണ്ട് അല്ലേ? ഒരു ചെറിയ കുട്ടി ജനിക്കുമ്പോൾ അവന് പല്ലുണ്ടായിരിക്കുന്നതല്ല, പിന്നീട് ഒരു 6-7 മാസങ്ങൾ പിന്നിടുമ്പോഴാണ് കുട്ടികൾക്ക് ചെറിയ കുഞ്ഞിപ്പല്ലുകൾ വരുന്നത്. ഓക്കെ, നമ്മളതിന് കുഞ്ഞിപ്പല്ലുകൾ എന്നാണ് പറയാറുള്ളത്. പക്ഷേ ഉറുദുവിൽ അതിന് ദൂത് കെ ദാന്ത് എന്നാണ് പറയാറുള്ളത്. ഓക്കെ, ദൂത് എന്ന് പറഞ്ഞാൽ പാല് എന്നാണ് അർത്ഥം. ഓക്കെ, പാൽപ്പല്ല് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഉറുദുവിൽ ആദ്യം വരുന്ന പല്ലിന് പറയാറുള്ളത്. ഓക്കെ, പിന്നെ നമുക്കറിയാം ഒരു 6-7 ഒക്കെ വയസ്സാകുമ്പോൾ നമുക്കെന്ത് ചെയ്യും? കുട്ടികൾക്ക് പല്ലുകൾ കൊഴിഞ്ഞു പോകും. ആദ്യമുള്ള ഈ കുഞ്ഞിപ്പല്ലുകൾ കൊഴിഞ്ഞു പോയിട്ട് തലസ്ഥാനത്ത് കൂടുതൽ ഉറപ്പുള്ള പല്ലുകൾ വരാറുണ്ട്. ഓക്കെ, ആ പല്ലിനെ കുറിച്ചാണ് നമ്മൾ ദാന്ത് എന്ന് പറയാം. ഓക്കെ, ഏതായാലും അതിനെക്കുറിച്ചാണ് അടുത്ത പാരഗ്രാഫ് പറയുന്നത്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം അല്ലേ? जब बच्चा पैदा होता है तो उसके दांत नहीं होते. बच्चा जब 6-7 महीने का हो जाता है तो उसके दांत निकलने लगते हैं. उन दांतों को दूध के दांत कहते हैं. लेकिन बच्चा जब 6 साल का हो जाता है तो दूध के दांत गिरने लगते हैं और उनकी जगह नए दांत निकलने लगते हैं. 12-13 साल की उम्र तक सारे दांत निकल आते हैं. ये दांत मुस्तकिल होते हैं जिन्हें पक्के दांत भी कहते हैं. आम तौर पर
मुस्तकिल दांतों की तादाद 28 होती है। जब इंसान बड़ा हो जाता है और उसकी उम्र 20 साल से 25 साल की हो जाती है तो 4 और दांत निकल आते हैं। ये अक्ल के दांत कहे जाते हैं। उस तरह एक इंसान के मुँह में कुल 32 दांत होते हैं. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് അർത്ഥം വെച്ച് നോക്കാം. ജബ് എപ്പോഴാണോ ബച്ച പൈദാ ഹോത്താ ഹെ, ഒരു കുട്ടി ജനിക്കുന്നത്. പൈദാ ഹോന എന്ന് പറഞ്ഞാൽ ജനിക്കുക. അപ്പോൾ ജബ് ബച്ച പൈദാ ഹോത്താ ഹെ, എപ്പോഴാണോ ഒരു കുഞ്ഞ് ജനിക്കുന്നത്. തോ അപ്പോൾ ഉസ്കെ ദാന്ത് നഹി ഹോത്തെ, ആ കുട്ടിക്ക് പല്ല് ഉണ്ടാവുന്നില്ല. ഓക്കെ, അപ്പോൾ കുട്ടി ജനിക്കുമ്പോൾ അവന് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവന് എന്തുണ്ടാവുകയില്ല, പല്ലുണ്ടാവുകയില്ല. ബच्चे जब 6-7 महीने का होता है, ബച്ച കുട്ടി ജബ് എപ്പോഴാണോ 6-7 മഹീനെ കാ, 6 എന്ന് പറഞ്ഞാൽ 6, 7 എന്ന് പറഞ്ഞാൽ 7, മഹീന എന്നാൽ മാസം. ഓക്കെ, അതിൻ്റെ ജംആണ് മഹീനെ. ഓക്കെ, അപ്പോൾ ജബ് 6-7 മഹീനെ കാ ഹോ ജാത്താ ഹെ, എപ്പോഴാണോ കുട്ടിക്ക് 6-7 മാസങ്ങളാകുന്നത്. തോ അപ്പോൾ ഉസ്കെ ദാന്ത് നിക്കൽനെ ലഗ്തേ ഹെ, ആ കുട്ടിയുടെ പല്ലുകൾ പുറത്തു വരാൻ തുടങ്ങുന്നു. ഓക്കെ, നിക്കൽന അല്ലെങ്കിൽ നിക്കൽ ആന എന്നൊക്കെ പറഞ്ഞാൽ പുറത്തു വരിക എന്നാണ് അർത്ഥം. ലഗ്ന എന്ന് പറഞ്ഞാൽ തുടങ്ങുക എന്നാണ് അർത്ഥം. ഓക്കെ, ലഗ്തേ ഹൈ എന്നാൽ തുടങ്ങുന്നു. ലഗ്ന എന്നുള്ളതിൻ്റെ ഹാലാണത്. നിക്കൽനെ ലഗ്തേ ഹൈ എന്ന് പറഞ്ഞാൽ പുറത്തു വരാൻ തുടങ്ങുന്നുവെന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഒരു കുഞ്ഞിന് 6-7 എന്നീ മാസങ്ങളാകുമ്പോൾ അവൻ്റെ പല്ലുകൾ പുറത്തു വരാൻ തുടങ്ങുന്നു. ഓക്കെ, ഉൻ ദാന്തോं को दूध के दांत कहते हैं, ആ പല്ലുകൾക്കാണ്, ഒരു കുഞ്ഞിന് 6-7 മാസത്തിൽ പുറത്തു വരുന്ന ആ പല്ലിനാണ് ദൂത് കെ ദാന്ത് എന്ന് പറയുന്നത്. ദൂത് എന്ന് പറഞ്ഞാൽ പാല് എന്നാണ് അർത്ഥം. ദൂത് കെ ദാന്ത് എന്ന് പറഞ്ഞാൽ പാലിൻ്റെ പല്ലുകൾ, പാൽ പല്ലുകൾ എന്നർത്ഥം. ഓക്കെ, ലേക്കിൻ പക്ഷേ ബच्चे जब 6 साल का हो जाता है. ഓക്കെ, ലേക്കിൻ പക്ഷേ ബച്ച ഈ കുട്ടി ജബ് എപ്പോഴാണോ 6 साल का हो जाता है, 6 എന്ന് പറഞ്ഞാൽ 6, സാല് എന്ന് പറഞ്ഞാൽ വർഷം. ഓക്കെ, അപ്പോൾ എപ്പോഴാണോ കുഞ്ഞിന് 6 വർഷമാകുന്നത്, 6 വയസ്സ് പ്രായമാകുന്നത്. തോ അപ്പോൾ ദൂത് കെ ദാന്ത് ഗിർനെ ലഗ്തേ ഹൈ, ഈ പാൽ പല്ലുകൾ കൊഴിഞ്ഞു പോകാൻ, വീണു പോകാൻ തുടങ്ങുന്നു. ഓക്കെ, ഗിർന എന്ന് പറഞ്ഞാൽ വീഴുക എന്നാണ് അർത്ഥം. ഗിർനെ ലഗ്തേ ഹൈ എന്ന് പറഞ്ഞാൽ വീഴാൻ തുടങ്ങുന്നുവെന്നർത്ഥം. ഓക്കെ, ഓർ ഉൻകി ജഗ നയേ ദാന്ത് നിക്കൽനെ ലഗ്തേ ഹൈ, അങ്ങനെ 6-ാമത്തെ വയസ്സൊക്കെ ആകുമ്പോൾ കുഞ്ഞിൻ്റെ ഈ പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോയിട്ട് ഓർ ഉൻകി ജഗ ഈ പല്ലുകളുടെ സ്ഥാനത്ത് നയേ ദാന്ത്, നയ എന്ന് പറഞ്ഞാൽ പുതിയ എന്നാണ് അർത്ഥം. അതിൻ്റെ ജംആണ് നയേ, പുതിയ, ദാന്ത് പല്ലുകൾ, നിക്കൽനെ ലഗ്തേ ഹൈ അത് പുറത്തു വരാൻ തുടങ്ങുന്നു. ഓക്കെ, ഇങ്ങനെ 6-ാമത്തെ വയസ്സ് മുതൽ ഈ പുതിയ പല്ലുകൾ പുറത്തു വരാൻ തുടങ്ങുന്നു. 12-13 സാൽ കി ഉംറ തക്, 12 എന്ന് പറഞ്ഞാൽ 12, 13 എന്ന് പറഞ്ഞാൽ 13. ഓക്കെ, അപ്പോൾ 12-13 സാൽ കി ഉംറ തക്, 12-13 വർഷത്തിൻ്റെ വയസ്സ് വരെ, അതായത് കുഞ്ഞിന് 12-13 വയസ്സാകുന്നത് വരെ സാരേ ദാന്ത് നിക്കൽ ആത്തേ ഹൈ, അവൻ്റെ മുഴുവൻ പല്ലുകളും പുറത്തു വരുന്നു. ഓക്കെ, സാര എന്ന് പറഞ്ഞാൽ മുഴുവൻ എന്നാണ് അർത്ഥം. സാരേ ദാന്ത് നിക്കൽ ആത്തേ ഹൈ, മുഴുവൻ പല്ലുകളും പുറത്തു വരുന്നു എന്നർത്ഥം. നിക്കൽ ആന പുറത്തു വരിക, അതിൻ്റെ ഹാലാണ് നിക്കൽ ആത്താ ഹെ, അതിൻ്റെ ജംആണ് നിക്കൽ ആത്തേ ഹൈ എന്നുള്ളത്. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. യേ ദാന്ത് മുസ്തഖിൽ ഹോത്തേ ഹൈ, ഇനി അപ്പോൾ 12-13 വയസ്സ് വരെ ഇവൻ്റെ മുഴുവൻ പല്ലുകളും പുറത്തു വരുന്നു. യേ ദാന്ത് ഈ പല്ലുകൾ മുസ്തഖിൽ ഹോത്തേ ഹൈ, ഇത് സ്വതന്ത്രമായിട്ട് നിൽക്കുന്നുവെന്നർത്ഥം. ഓക്കെ, അതാണ് ഈ പല്ലുകളാണ് പിന്നീട് മരണം വരെ ഒരു മനുഷ്യനുണ്ടാകുന്നത്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് മുസ്തഖിൽ എന്ന് പറയുന്നത്. ജിനെ ഏതിനെയാണോ പക്കേ ദാന്ത് ബി കഹ്തേ ഹൈ, അതിനെക്കുറിച്ച് നമ്മൾ പക്ക ദാന്ത് എന്നാണ് പറയാറുള്ളത്. ഓക്കെ, പക്ക എന്ന് പറഞ്ഞാൽ പാകമായ അല്ലെങ്കിൽ പൂർണ്ണമായ, ഓക്കെ, പൂർണ്ണതയെത്തിയ, സ്ഥിരമായ എന്നൊക്കെയാണ് പക്ക എന്ന് പറഞ്ഞാലുള്ള അർത്ഥം. അപ്പോൾ
ഈ 12-13 വയസ്സ് വരെ വരുന്ന ഈ പല്ലുകളെക്കുറിച്ച് നമ്മൾ പക്കേ ദാന്ത് എന്നുകൂടി പറയാറുണ്ട് എന്നർത്ഥം. ഓക്കെ. ആം തോർപ്പർ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ എന്നാണ് അർത്ഥം കേട്ടോ. ഓക്കെ. അപ്പോൾ ആം തോർപ്പർ സാധാരണഗതിയിൽ മുസ്തഖിൽ ദാന്തോം കി തഅദാദ്, ഈ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ പല്ലുകളുടെ എണ്ണം, തഅദാദ് എന്ന് പറഞ്ഞാൽ എണ്ണം എന്നാണ് അർത്ഥം. ഓക്കെ. 28 ഹോത്തി ഹെ, 28 എന്ന് പറഞ്ഞാൽ 28 എന്നാണ്. എണ്ണമൊക്കെ നിങ്ങൾ ഇതിനു മുമ്പ് പഠിച്ചിരിക്കും. ഓക്കെ. 20 എന്ന് പറഞ്ഞാൽ 20 എന്നാണ്. പിന്നെ 21, 22, 23, 24, 25, 26, 27, 28. ഈ 28 എന്ന് പറഞ്ഞാൽ 28 ആണ്. അപ്പോൾ ആം തോർപ്പർ മുസ്തഖിൽ ദാന്തോം കി തഅദാദ്, സാധാരണഗതിയിൽ ഈ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന പല്ലുകളുടെ എണ്ണം 28 ഹോത്തി ഹെ, അത് 28 ആകുന്നു. ഓക്കെ. അപ്പോൾ 28 പല്ലുകളാണ് ഒരു സാധാരണഗതിയിൽ ഒരു 20 വയസ്സ് വരെയൊക്കെ ഒരു കുഞ്ഞിനുണ്ടാകുന്നത്. പക്ഷേ അതിനുശേഷം ജബ് ഇൻസാൻ ബഡാ ഹോ ജാത്താ ഹെ, എപ്പോഴാണ് ഒരു മനുഷ്യൻ വലുതാകുന്നത്. ഓക്കെ. ബഡാ എന്ന് പറഞ്ഞാൽ വലിയവൻ എന്നാണല്ലോ അർത്ഥം. അപ്പോൾ ഒരു മനുഷ്യൻ എപ്പോഴാണോ വലുതാകുന്നത്, ഓർ ഉസ്കി ഉംർ 20 സാൽ സെ 25 സാൽ കി ഹോത്തി ഹെ, എന്നിട്ട് അവൻ്റെ വയസ്സ് ഒരു 20 മുതൽ 25 വരെ വർഷങ്ങളാകുന്നു. ഓക്കെ. അപ്പോൾ 20-25 വരെ വയസ്സ് ഒരു മനുഷ്യനാകുമ്പോൾ അവന് 4 പുതിയ പല്ലുകൾ കൂടി പുറത്തു വരുന്നു എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഓക്കെ. ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ജബ് ഇൻസാൻ ബഡാ ഹോ ജാത്താ ഹെ, എപ്പോഴാണ് ഒരു മനുഷ്യൻ വലുതാകുന്നത്, ഓർ ഉസ്കി ഉംർ, പിന്നീട് അവൻ്റെ വയസ്സ് 20 സാൽ സെ 20 വയസ്സ് മുതൽ, 20 എന്ന് പറഞ്ഞാൽ 20, 25 സാൽ കി, 25 എന്ന് പറഞ്ഞാൽ 25. ഓക്കെ. അപ്പോൾ ഒരു ആളുടെ വയസ്സ് 20 വർഷം മുതൽ 25 വയസ്സ് വരെ ആകുന്നുവോ, അപ്പോൾ 4 ഔർ ദാന്ത്, 4 കൂടുതൽ പല്ലുകൾ കൂടി നിക്കൽ ആത്തെ ഹൈ, പുറത്തു വരുന്നുവെന്നർത്ഥം. ഓക്കെ. 4 എന്ന് പറഞ്ഞാൽ 4 എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഒരു 20 വയസ്സ് വരെയൊക്കെ ഒരു കുഞ്ഞിന് എത്രയാണ് ഉണ്ടാകുന്നത്, 28 പല്ലുകളാണ് ഉണ്ടാകുന്നത്. പിന്നീട് 20-25 വയസ്സ് വരെയാകുമ്പോഴേക്ക് ഒരു 4 പല്ലുകൾ കൂടി അവന് കൂടുമെന്നർത്ഥം. ഓക്കെ. യേ അഖൽ കെ ദാന്ത് കഹേ ജാത്തെ ഹൈ, ഈ പല്ലിനാണ് നമ്മൾ ബുദ്ധിയുടെ പല്ലുകൾ എന്ന് പറയുന്നത്. ഓക്കെ. ഈ പല്ലുകൾ അഖൽ കെ ദാന്ത്, ബുദ്ധിയുടെ പല്ലുകൾ കഹേ ജാത്തെ ഹൈ എന്ന് പറയപ്പെടുന്നുവെന്നർത്ഥം. ഓക്കെ. കഹ്ന എന്ന് പറഞ്ഞാൽ പറയുക, കഹ ജാന എന്ന് പറഞ്ഞാൽ പറയപ്പെടുക. ഓക്കെ. അതിൻ്റെ ഹാലാണ് കഹേ ജാത്തെ ഹൈ, പറയപ്പെടുന്നുവെന്നുള്ളത്. ഓക്കെ. इस तरह एक इंसान के मुँह में कुल 32 दांत होते हैं. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചതുപോലെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ 6-7 മാസമാകുമ്പോഴേക്ക് അവനെ പല്ലുകൾ വന്നു തുടങ്ങുന്നു. അങ്ങനെ ഒരു 12-13 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് ഈ കുഞ്ഞിപ്പല്ലുകൾ വീണ് പോയിട്ട് തലസ്ഥാനത്ത് ബാക്കിയുള്ള 28 പല്ലുകൾ പുതുതായിട്ട് വരുന്നു. പിന്നീട് 20-25 വയസ്സാകുമ്പോഴേക്ക് ഒരു 4 പല്ലുകൾ കൂടി ഉണ്ടാകുന്നു. അങ്ങനെ മൊത്തത്തിൽ 28ഉം 4ഉം 32 പല്ലുകളാണ് ഒരു സാധാരണ മനുഷ്യൻ്റെ വായിലുണ്ടാകുന്നത്. ഓക്കെ. അതാണ് അടുത്തത് പറയുന്നത്. ഇസ്തറ, ഇപ്രകാരം, ഏക ഇൻസാനിക്കെ മുഹമ്മെ, ഒരു മനുഷ്യൻ്റെ വായിൽ, കുൽ മൊത്തത്തിൽ, ഓക്കെ, പൂർണ്ണമായിട്ടും 32 ദാന്ത് ഹോത്തെ ഹൈ, 32 പല്ലുകൾ ഉണ്ടാകുന്നുവെന്നർത്ഥം. ഓക്കെ. അപ്പോൾ പല്ലിനെക്കുറിച്ചുള്ള അല്പം ചില കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചിട്ടുള്ളത്. ഓക്കെ. ഏതായാലും നമുക്ക് ഈ പാഠത്തിൽ പരിചയപ്പെട്ടിട്ടുള്ള വാക്കുകൾ ഒന്നുകൂടി നോക്കാം. ഓക്കെ. ആദ്യമായിട്ട് നമ്മൾ ദാന്ത് എന്നുള്ള പദം, അതിൻ്റെ അർത്ഥം എന്താണ്? പല്ല് എന്നാണ് അർത്ഥം. അതിൻ്റെ ജംആണ് ദാന്തോ, പല്ലുകൾ എന്നുള്ളത്. ഓക്കെ. ഇനി നമ്മൾ ഈ പാഠത്തിൽ പഠിച്ച മറ്റൊരു വാക്കാണ് അഹം. അഹം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട എന്നാണ് അർത്ഥം. ഓക്കെ. ഹിസ്സ എന്ന് പറഞ്ഞാൽ ഭാഗം, അവയവം എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ. പിന്നെ ഖുദ്റത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നുള്ള ആശയത്തിലാണ് ഇവിടെ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ മറ്റേതൊന്ന് അൻമൂൽ എന്ന് പറഞ്ഞാൽ അമൂല്യമായ എന്നാണ് അർത്ഥം. ചെഹ്റ എന്ന് പറഞ്ഞാൽ മുഖം എന്നാണ് അർത്ഥം. അതിൻ്റെ ജംആണ് ചെഹ്റ എന്നുള്ളത്. ഓക്കെ. ദിൽകഷ് എന്ന് പറഞ്ഞാൽ ഹൃദയഹാരിയായ,
മനോഹരമായ എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ. പിന്നെ ബൂഢ, ബൂഢ എന്ന് പറഞ്ഞാൽ വൃദ്ധൻ എന്നാണ് അർത്ഥം. അതിൻ്റെ ജംആണ് ബൂഢോ. ഓക്കെ. സമജ് മേ ആന എന്ന് പറഞ്ഞാൽ മനസ്സിലാവുക. ഓക്കെ. പൈദാ ഹോന എന്നാൽ ജനിക്കുക. മഹീന എന്ന് പറഞ്ഞാൽ മാസം എന്നാണ് അർത്ഥം. ഓക്കെ. നിക്കൽന, നിക്കൽ ആന എന്നൊക്കെ പറഞ്ഞാൽ പുറത്തു വരിക എന്നാണ് അർത്ഥം. ഓക്കെ. പിന്നെ ലഗ്ന എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ് തുടങ്ങുക എന്നാണ് അർത്ഥം. ഓക്കെ. ദൂത് എന്ന് പറഞ്ഞാൽ പാല് എന്നാണ് അർത്ഥം. സാൽ എന്ന് പറഞ്ഞാൽ വർഷം എന്നാണ്. ഓക്കെ. ഗിർന എന്നാൽ വീഴുക. ഓക്കെ. നയ എന്നാൽ പുതിയ എന്നാണ് അർത്ഥം. അതിൻ്റെ ജംആണ് നയേ എന്നുള്ളത്. ഓക്കെ. ഇനി അടുത്തത് പക്ക. പക്ക എന്നുള്ളത് നമ്മൾ പക്കേ ദാന്ത് എന്നുള്ളിടത്ത് പഠിച്ചിരുന്നല്ലോ. പക്ക എന്ന് പറഞ്ഞാൽ പാകമായ, പൂർണ്ണതയെത്തിയ, സ്ഥിരമായ എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ. ഇനി ആം തോർപ്പർ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ എന്നാണ് അർത്ഥം. ഓക്കെ. 28 എന്ന് പറഞ്ഞ എണ്ണം നമുക്കറിയാം 28 എന്നാണ് 28 എന്ന് പറഞ്ഞാൽ. താഴ്ദാദ് എന്നാൽ എണ്ണം. ഓക്കെ. 20 എന്ന് പറഞ്ഞാൽ 20, 25 എന്ന് പറഞ്ഞാൽ 25. ഓക്കെ. പിന്നെ കുൽ എന്നുള്ള ഒരു പദം നമ്മൾ പഠിച്ചു. അങ്ങനെ പറഞ്ഞാൽ മൊത്തത്തിൽ അല്ലെങ്കിൽ പൂർണ്ണമായും എന്നൊക്കെയാണ് കുൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ. 32 എന്ന് പറഞ്ഞാൽ 32 എന്നാണ് അർത്ഥം. ഓക്കെ. അപ്പോൾ ഇത്രയും പദങ്ങളാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പഠിച്ചിട്ടുള്ളത്.